السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്ത് റൂമിന്റെ 35 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ അദഖ്നൻ നാസ റഹ്മതൻ ഫരിഹൂ ബിഹാ. റഹ്മത്തൻ ഫ, തൻവീനിന് ശേഷം ഫാ വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. വഇൻ തുസിബുഹും സയ്യിഅത്തും ബിമാ ഖദ്ദമത് ഐദീഹിം. സയ്യിഅത്തും ബി, തൻവീനിന് ശേഷം ബാ വന്നാൽ മീമാക്കി മറിച്ച് മണിക്കണം, ഇഖ്ലാബ് ചെയ്യണം. മീമാക്കുത്തൻ സയ്യിഅത്തും ബി എന്നാണ് ഊതുക. സയ്യിഅത്തും ബിമാ ഖദ്ദമത് ഐദീഹിം ഇദാ ഹും യഖ്നതൂൻ. അവലം യറൗ അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. ഖൗമിയു, തൻവീന് ശേഷം യാ വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദണം. ഫആതി ദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. وما آتيتم من ربا. ആതൈതും അവിടെ മണിക്കണം, എന്നാൽ തൊട്ടുടനെ മിൻ രി അവിടെ മണിക്കാൻ പാടില്ല. സുക്കൂനുള്ള നൂനശം റാവ് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാമും ബിലാ ഗുന്നിയാണ്, മണിക്കാതെ ശ്രദ്ധ ചെയ്യണമെന്നാണ്. മിർരി. വമാ ആതൈതും മിർരിബല്ലി യർബു. വമാ ആതൈതും മിർരിബല്ലി യർബു. റിബല്ലി അവിടെയും മണിക്കാൻ പാടില്ല, തൻവീനേഷം ലാമ് വരുന്നു. മിർരിബല്ലി യർബു ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. ഉലായിക്ക എന്നിടത്ത് മദ് മുത്തസിലാണ്, നീട്ടിയോതേണ്ടതുണ്ട്. കഴിഞ്ഞ ആയത്തിൽ ഒരു മനുഷ്യന് ദുരിതം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിന്റെ റഹ്മത്ത് വന്നു കഴിഞ്ഞാൽ ആ ദുരിതം വന്നതും പ്രാർത്ഥിച്ചതുമെല്ലാം മറന്നു കളയുന്ന ഒരവസ്ഥയെ പറ്റി സൂചിപ്പിച്ചു. അതിന്റെ നേരെ വിപരീതമാണ് ഇനി പറയാൻ പോകുന്നത്. വൈദാ അദഖ്നൻ നാസ, നാം ജനങ്ങളെ ആസ്വദിപ്പിക്കുന്ന പക്ഷം. നേരത്തെ നമ്മൾ പറഞ്ഞു വൈദാ അദാഖഹും എന്ന് അള്ളാഹു പറഞ്ഞ റഹ്മത്ത്. ഇവിടെ അങ്ങനെ അദഖ്ന നാം ആസ്വദിപ്പിച്ചാൽ, അന്നാസ ജനങ്ങളെ, റഹ്മത്തൻ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അനുഗ്രഹം, അങ്ങനെ ആസ്വദിപ്പിച്ചാൽ ഫരിഹൂ ബിഹാ അവർ അതുകൊണ്ട് സന്തോഷിക്കുന്നതാണ്. വഇൻ തുസിബ്ഹും സയ്യിഅ, ഇനി അവർക്ക് എന്തെങ്കിലും തിന്മ ബാധിച്ചാലോ? എങ്ങനത്തെ തിന്മ? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിനാൽ, അവരുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തതിനാൽ ഉണ്ടാകുന്ന തിന്മ അവർക്ക് അനുഭവിക്കേണ്ടി വന്നാലോ?
അങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ, അങ്ങനെ ബാധിച്ചാൽ, ഇദാഹും യഖ്നതൂൻ, അപ്പോൾ അവർ നിരാശപ്പെട്ടു പോവുകയാണ്. അവലം യറൗ, അവർ കാണുന്നില്ലേ, അവർക്ക് കണ്ടുകൂടെ, അന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല, യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ. ബസത യബ്സുത്തു എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക എന്നാണ്. അർറിസ്ഖ്, ഉപജീവനം വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള എല്ലാ സൗകര്യങ്ങളെയും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടും. നല്ല ഭക്ഷണം, നല്ല വീട്, നല്ല സൗകര്യം, അങ്ങനെ ഭൗതികമായ സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും വർധനവിനാണ് യബ്സുത്തു റിസ്ഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് ഉപജീവനം വിശാലമാകുന്നു. വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അത് പരിമിതപ്പെട്ടു പോകുന്നു. വെറും കണക്കാക്കിയത് മാത്രം കുടുസായി പോവുക, പരിമിതപ്പെട്ടു പോവുക, നിയന്ത്രിക്കപ്പെടുക എന്നതൊക്കെയാണ് യഖ്ദിറു എന്ന് പറഞ്ഞാൽ. ഒരുപാട് കിട്ടൂല ചിലർക്ക് ധാരാളം കിട്ടും. എന്നിട്ടല്ല പറയാൻ, ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ, ലആയാത്തിൽ ലിഖൗമി യുഅ്മിനൂൻ, തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. കാരണം എന്താ അറിയോ, അള്ളാഹു ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. ചിലർക്ക് നിയന്ത്രണം ഉണ്ടാവും, ചിലർക്ക് നിയന്ത്രണം ഉണ്ടാവൂല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് കൊടുക്കേണ്ടതുണ്ട്, ആർക്ക് കൊടുക്കാതിരിക്കണം എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. മാത്രമല്ല, നമ്മളിനി എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടാത്തത് കൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരാണ് എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ചിലതൊക്കെ പരീക്ഷണമാണ്. നൽകാതിരിക്കുന്നത് പരീക്ഷണമാണ്, നൽകുന്നതും പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ സമ്പത്ത് അള്ളാഹു ചില ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവർ ഭൂമിയിൽ മറ്റുള്ളവർക്കത് നൽകേണ്ടതുണ്ട് എന്നാണ്. അപ്പോ നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം, അനുഗ്രഹം അതാർക്കെങ്കിലും അള്ളാഹു ആസ്വദിപ്പിക്കുന്ന പക്ഷം മതിമറന്ന് ജീവിക്കാൻ, അള്ളാനെ മറന്ന്, വിധിവിലക്കുകളെ മറന്ന്, ദീനിനെ മറന്ന്, പടച്ചവനെ മറന്ന് ജീവിക്കുന്ന ആളുകളെ കാണാം നമുക്ക്. ഇനിയോ വല്ല ദുരിതവും വന്നാലോ ആകെ നിരാശപ്പെട്ട് അവന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് പടച്ചവനിൽ തന്നെ വിശ്വാസമില്ലാതായി അങ്ങനെ നിരാശപ്പെട്ടു പോകുന്ന ആളുകളെയും കാണാം. വിശ്വാസിക്ക് ഈ രണ്ട് കാര്യങ്ങളിലും വളരെ കൃത്യമായ നിലപാടുണ്ട്. കാരണം എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ് നന്മ തിന്മകളുടെ തീരുമാനമുണ്ടാകുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. അംറഹു, അവന്റെ കാര്യമെല്ലാം ഖൈറാണ്. ജീവിതത്തിൽ എന്ത് വന്നാലും നല്ലതാന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയോ? അത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ്, വിശ്വാസിയുടെ ഗുണമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ലോകത്ത് അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ, സത്യവിശ്വാസം കൊണ്ടല്ലാതെ, മുഅ്മിനായാലല്ലാതെ മറ്റാർക്കും അത് ലഭിക്കൂല. എന്താണെന്നറിയോ, ഏതവസ്ഥയിലും ഒരു വിശ്വാസിക്ക് ഗുണകരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൻ അസ്വാബതുഹു സറാ, അവന്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു കാര്യമുണ്ടായാൽ ശക്കറാവൻ, അല്ലാഹുവിന് നന്ദി ചെയ്യുന്നു, ഫക്കാന ഖൈറല്ല, അതവന് നന്മയാണ്. വൈൻ അസ്വാബതുഹു ലറാ, എന്തെങ്കിലും ദുരിതമോ ദുരന്തമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ സ്വബറ, അവൻ ക്ഷമിക്കുന്നു, ഫക്കാന ഖൈറല്ല, അതും അവന് ഖൈറാൻ. നോക്കൂ, ജീവിതത്തിൽ എന്തുണ്ടായാലും ഖൈറായി തീരുക എന്നുള്ളത് വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാ ഉള്ളത്? അപ്പൊ അള്ളാഹു നൽകിയതിൽ മതിമറക്കാതിരിക്കുക, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിരാശരാവാതിരിക്കുക, അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ചിലർക്കൊക്കെ കൊടുക്കും, ചിലർക്കൊക്കെ പിടിച്ചു വെക്കും. അതൊക്കെ പടച്ചോന്റെ ഭൂമിയിലെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്.
എല്ലാവർക്കും ഒരുപോലെ ആക്കണം എന്ന് പറഞ്ഞ് ആര് പണിയെടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾക്കറിയില്ലേ, മനുഷ്യനെ പോത്തുപോലെ പണിയെടുപ്പിച്ച് ഭൂമിയിൽ പറുദീസ പണിയാമെന്ന് വ്യാമോഹിച്ച ഒരു കാലുണ്ടായിരുന്നു 919 കാലഘട്ടത്തിൽ, അഥവാ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. എന്നിട്ട് എന്തുണ്ടായി? ഒന്നുമില്ല. ആ സമത്വത്തിന്റെ, സ്ഥിതി സമത്വത്തിന്റെ വാദങ്ങളൊന്നും നടപ്പിലാവൂലാന്ന് തിരിഞ്ഞു. ലോകം വീണ്ടും മുതലാളിത്തത്തിലേക്ക്. അതൊന്നും പ്രായോഗികമല്ല. നോക്കൂ, ഇനി തൊട്ടുടനെ പറയുന്ന ഒരു ആയത്ത് കൂടി ഇതിനോട് ചേർത്തി വെക്കണം. കാരണം എന്താണെന്നറിയോ? അള്ളാഹു ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഫആതി ദൽ ഖുർബാ ഹഖ്ഖാ, ഫആതി നൽകുക, ദൽ ഖുർബാ അടുത്ത ബന്ധുക്കൾക്ക്, ഹഖ്ഖഹു അവരുടെ അവകാശം, വൽ മിസ്കീൻ സാധുക്കൾക്കും അവരുടെ അവകാശം കൊടുക്കുക, വബ്നസ്സബീൽ, ഇബ്നുസ്സബീൽ എന്ന് പറഞ്ഞാൽ യാത്രയുടെ മകൻ എന്നാണ് നേർക്കുനേരെ വേണമെങ്കിൽ അർത്ഥം വെക്കാവുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രക്കാർ എന്നാണ്, വഴിയാത്രക്കാർ. എവിടെ നിങ്ങളൊക്കെ യാത്ര പുറപ്പെട്ട് തിരിച്ചെത്താൻ കഴിയാതെ വഴിയിൽ സമ്പത്തും സൗകര്യങ്ങളും യാത്രാ ചെലവുകളൊന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ. ذَلِكَ خَيْرٌ لِلَّذِينَ يُرِيدُونَ وَجْهَ اللَّهِ, ذَلِكَ അത് ഖൈറാണ്, നന്മയാണ്, ലില്ലദീന ഒരു വിഭാഗത്തിന്, യുരീദൂന വജ്ഹ അല്ലാഹ് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്ന, പ്രീതി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി എന്നാണ് വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തൃപ്തി. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ. അപ്പൊ നേരത്തെ പറഞ്ഞതിനോട് ഈ ആയത്ത് ചേർത്തി വെച്ച് നോക്കൂ. മറ്റുള്ളവരുടെ അവകാശമാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു ഭാഗം. നമ്മൾ ഔദാര്യപൂർവ്വം കൊടുക്കുകയല്ല, നമ്മുടെ ബന്ധുക്കളിൽ തന്നെ അത് കൊടുക്കേണ്ടത്. അതിൽ സാധുക്കൾ ഉണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ അവകാശപ്പെട്ടവരായിത്തീരുന്നു. അപ്പൊ അവരുടെ അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞ ഖുർആന്റെ പദപ്രയോഗം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ലോകത്ത് സോഷ്യലിസം കൊണ്ടുവരാൻ ആഗ്രഹിച്ചവര്, മനുഷ്യരെല്ലാം തുല്യരാകണമെന്ന് ആഗ്രഹിച്ചവര്, സ്ഥിതി സമത്വം കൊണ്ടുവരാൻ ആഗ്രഹിച്ചവര്, സാമൂഹ്യ സന്തുലിതത്വം ആഗ്രഹിച്ചവര്, അവർക്കൊക്കെ ഖുർആനിൽ പാഠമുണ്ട്. കാരണം ഖുർആൻ പഠിപ്പിച്ചതുപോലെയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം ലോകത്താർക്കും ഇന്നുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടുവന്നതെല്ലാം അപ്പാടെ തകർന്നടിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറയുകയും നടപ്പിലാക്കപ്പെട്ട ഒരു സമൂഹം കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു കാലത്ത് എല്ലാവരും സംതൃപ്തരായ സാമ്പത്തിക സമത്വമുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലേ? ഇനി സക്കാത്ത് വാങ്ങാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കേണ്ടി വന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ മനുഷ്യന്മാരെ തുല്യരാക്കാൻ ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തോളം പ്രിയപ്പെട്ടവരെ മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടേത് മാത്രമല്ല. നമ്മളിനി എന്തുണ്ടാക്കിയാലും നമ്മളെക്കാൾ സാമർത്ഥ്യമുള്ളവരും പഠിപ്പുള്ളവരും ബിരുദമുള്ളവരും ഒക്കെ നമ്മുടെ അത്ര സമ്പത്തില്ലാതെ പുറത്തുണ്ടാവും. അത് അള്ളാഹ് തന്നതാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരുടേത് അവകാശമാണ് എന്ന ചിന്തയുണ്ടാവും. 2.5% എന്ന് പറഞ്ഞാല് അത് മറ്റുള്ളവരുടെ അവകാശമാണ്, സക്കാത്തിന്റെ ആ കണക്ക്. അപ്പോ ഖുർആൻ പ്രയോഗിച്ച ഹഖ്ഖഹു നമ്മുടെ ഔദാര്യമല്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഔദാര്യോ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുന്നതല്ല, അവരുടെ അവകാശം എന്നതാണ്. അപ്പോ കുടുംബക്കാരിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ദൽ ഖുർബ, കുടുംബത്തെ എത്രത്തോളം പരിഗണിക്കണമെന്ന് ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, കൊടുത്തുപോയത് കൊണ്ട് നിങ്ങൾ കുറഞ്ഞു പോവോ? ഈ ആയത്തിന്റെ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബഖറയുടെ ഒരായത്ത്, സൂറത്തു സബഇന്റെ ആയത്ത്, സൂറത്തു സബ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യഖ്ലിഫുഹു, അല്ലാഹു നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും പകരം പടച്ചോൻ വേറെ തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ദാനധർമ്മം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കുറഞ്ഞൊന്നും പോകൂല. ഫലൽ ജൂദു യുഫ്നീഹാ ഇദാ ഹിയ അഖ്ബലത് വലൽ ബുഖ്ലു യുബ്ഖീഹാ ഇദാ ഹിയ തദ്ഹബു. ഒരാൾക്ക് പൈസ ഉണ്ടായി, എന്നിട്ട് ആ പണം അവന്റെ കയ്യിൽ വരുമ്പോ അൽ ജൂദ്, ഔദാര്യപൂർവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ത് ചെയ്യപ്പെടുകയില്ല, അത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുകയില്ല. തീർന്നു പോയിട്ട് ആർക്കെങ്കിലും കൊടുത്തുപോയത് കൊണ്ട് നിങ്ങൾ ദാരിദ്ര്യരായി പോവില്ല. ഇനിയോ
വലൽ ബുഖൽ, നിങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കാൻ വിചാരിച്ചോ, ആർക്കും കൊടുക്കുന്നില്ല, പൈസ ഇങ്ങനെ ചെലവായി പോകുന്നു വിചാരിച്ചിട്ട് കൊടുക്കുന്നില്ല. അതോ യബ്കീഹ, നിങ്ങളെ കയ്യിൽ ഇങ്ങനെ പൈസ ബാക്കിയാകാൻ അത് കാരണമാവും നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ്. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങളിലുള്ള ഒരു വെളിച്ചം വീശുന്ന ഒരു കവിതയാണ്. അഥവാ നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ കയ്യിൽ എല്ലാ കാലവും പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളിനി ചെലവഴിച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് ഉപകാരം ചെയ്താൽ നമ്മുടേത് കുറഞ്ഞ് നമ്മളങ്ങ് ഇല്ലാതായി പോവില്ല എന്ന് കൃത്യമായി ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനി അടുത്ത ആയത്തിൽ നമുക്ക് കാണാം, വമാ ആതൈതും മിർ റിബ. റിബ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് വളരാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന റിബ. റിബ എന്നത് പലിശയാണോ, അതല്ല കൊടുത്തിട്ട് അത് കൂടുതൽ വളരാൻ വേണ്ടി നൽകുന്ന വളർത്തുമുതൽ എന്ന അർത്ഥത്തിലാണോ? വലിയ ചർച്ചകൾ തഫ്സീറുകളിൽ കാണാം. കാരണം കൃത്യമായി പലിശ നിരോധിക്കപ്പെട്ട ഒരു കാലമല്ല മക്ക കാലഘട്ടം. അത് മദീനയിലാണ് പലിശ കൃത്യമായി നിരോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുറ്റകരം എന്ന് പറയാതെ അത് ഫലാ യർബു ഇൻദല്ലാ, പടച്ചോന്റെ അടുത്ത് അത് വളരൂലട്ടോ. നിങ്ങൾ ഈ സമ്പത്ത് വളർത്താൻ വേണ്ടി കൊടുക്കുന്ന വളർത്തുമുതലുണ്ടല്ലോ, ഒരു പൈസ കൊടുക്കുക, എന്നിട്ട് ആ പൈസയിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി ആണല്ലോ പലിശ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് ഉപകാരങ്ങളോ ഇങ്ങോട്ടെന്തെങ്കിലും പ്രത്യുപകാരങ്ങളൊക്കെ പ്രതീക്ഷിച്ചു കൊടുക്കുന്ന ഏത് സമ്പത്തും റിബയിൽപ്പെടുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോ പടച്ചോനെടുത്തത് യാതൊരു വളർച്ചയുണ്ടാവില്ല എന്നുള്ള പഠിപ്പിക്കാൻ. ശരിക്ക് സക്കാത്ത് എന്ന പദവും റിബ എന്ന പദവും വളർച്ച, അഭിവൃദ്ധി എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് എന്ന ആത്മപരിശുദ്ധി എന്ന അർത്ഥത്തിൽ വരുന്നത് കൂടി ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നൽകുന്ന സക്കാത്ത് തുരീദൂന വജ്ഹല്ലാ, നിങ്ങൾ ആ ദാനം കൊടുക്കുമ്പോ, പണം കൊടുക്കുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയാണ്, അള്ളാഹുവിന്റെ സംതൃപ്തിയാണ്, അള്ളാഹുവിന്റെ പരലോകത്തുള്ള പ്രതിഫലമാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് നിങ്ങൾ നൽകുന്ന സക്കാത്തുണ്ടല്ലോ, ഫഉലൈക, അതാണ് ഹുമുൽ മുദ്ഇഫൂൻ, ഇരട്ടിപ്പിക്കുന്നവർ, അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. ഉലൈക, അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ. അപ്പോ പണം കൊടുത്ത് അത് ഇരട്ടിപ്പിക്കാൻ വേണ്ടി പലിശ കൊടുക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ഇരട്ടിപ്പിക്കാർ. പിന്നെയോ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് സക്കാത്ത് നൽകുന്നവരാണ് യഥാർത്ഥത്തിൽ ഇരട്ടിപ്പുകാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. അൽ ബഖറയുടെ 245 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫുഹു അദ്ആഫൻ കസീറ. ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാനുള്ളത്? അള്ളാഹ് ഇരട്ടിച്ച് തരുന്നതാണ്. നിങ്ങളിൽ ഒരാള് ഒരു ഈന്തപ്പഴം കൊടുത്താൽ പോലും അള്ളാഹു അതിനെ വളർത്തി അത് പർവ്വതം പോലെ ആയിത്തീരും എന്ന് ഒരു ഹദീസിൽ കാണാനാണ്. എത്ര ചെറുതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ദാനം, ധർമ്മം, സക്കാത്ത് എന്നൊക്കെ പറയുന്നത് പടച്ചോനെടുത്ത് വലിയ പുണ്യമുള്ളതായിട്ട് അവിടെ ബാക്കിയുണ്ടാവും. നമ്മൾ ഈ പിടിച്ചു വെക്കുന്നതൊന്നും നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് നിങ്ങൾ നൽകുന്ന ഏത് ദാനവും, ഏത് ചെറിയ കാര്യവും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഏത് സക്കാത്തും അത് വളർന്നുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു, അവരാണ് ഇരട്ടിപ്പുകാർ, അവരാണ് യഥാർത്ഥത്തിൽ പലിശ നൽകുന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായി ഖുർആനിന്റെ മറ്റു പല ആയത്തുകളിലും നമുക്ക് കാണാം. അൽ ബഖറയുടെ 278 ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വദറൂ മാ ബഖിയ മിന റിബ, പലിശ വകയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും നിങ്ങൾ യുദ്ധപ്രഖ്യാപനം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന്, അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും നിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നൊക്കെ മുന്നറിയിപ്പ് നൽകുന്നതായി അൽ ബഖറയുടെ 278, 279 ആയത്തുകളിലും മറ്റ് ധാരാളം ആയത്തുകളിൽ പലിശക്കെതിരെയുള്ള പ്രഖ്യാപനങ്ങൾ കാണാം. അപ്പൊ ഏതായിരുന്നാലും പലിശ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ലാത്തൊരു കാലത്ത് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് നമുക്ക് കാണാം.
അള്ളാഹു അവൻ നൽകിയ സമ്പത്ത് ചെലവഴിക്കുവാനും അങ്ങനെ പരലോകത്ത് പ്രതിഫലത്തിന് ധാരാളം 10 മടങ്ങിരട്ടി അത് വളർന്നു വരുവാനും പ്രതിഫലത്തിന് അർഹരായി തീരുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.